Good morning. Okay. അപ്പോൾ നമ്മൾ ഇന്നലെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഓഡിറ്റ് എന്താണ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്, അതുപോലെ തന്നെ മെത്തേഡ്സ്, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ടൈപ്പ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പുകളാണ് ക്ലിനിക്കൽ ഓഡിറ്റ് ഉള്ളത് പറയാൻ പറ്റുമോ? ഓർമ്മയുണ്ടാ, വായിച്ചിട്ടുണ്ടാ? കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, പിന്നെ റെട്രോസ്പെക്ട് ഓഡിറ്റ്. ഓക്കെ, എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല്? എന്താണ് കൺകറന്റ് ഓഡിറ്റ്? അറ്റ് ടൈം അല്ലെ, ആ പരിശോധന നടക്കുന്ന സമയത്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. റെട്രോസ്പെക്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് രേഖകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കി അത് സബ്മിറ്റ് ചെയ്തതിനു ശേഷമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. Okay. Purpose of a clinical audit. Planning the future course of action. It is needful to obtain the baseline information through assessment of achievement. എന്നതിൽ പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചറിലെ അച്ചീവ്മെന്റ്സ് അല്ലെ, അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന നേട്ടങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ്, ക്ലിനിക്കൽ ഓഡിറ്റ് കൊണ്ടുള്ള യൂസസ് എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത്? എന്താണ്? ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചറിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ആ നേട്ടങ്ങള് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ കമ്പാരിസൺ പർപ്പസസ് വിത്ത് ഇംപ്രൂവിംഗ് ദ സർവീസസ്. അതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൊടുക്കുന്ന സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവിടെ കൊടുക്കുന്ന സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ എന്തെങ്കിലും ക്ലിനിക്കൽ ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റുകൾ വേണോ ഇല്ലയോ വേണമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഓഡിറ്റ് സഹായിക്കുന്നുണ്ടെന്നല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇംപ്രൂവ്മെന്റ്സുകൾ, സർവീസുകളില് ഇംപ്രൂവ്മെന്റ്സുകൾ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ്ഫുൾ ആണ്. ഇനി എന്താ? ഇറ്റ് ഈസ് റെഗുലേറ്ററി ഇൻ നേച്ചർ that ensure full and effective utilization of staff and facilities available. അതുപോലെ തന്നെ സ്റ്റാഫുകൾ അല്ലെ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷൻ അവരെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പോ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകളെ ആവശ്യമായിട്ട് വരാം, അല്ലെങ്കിൽ ICUവിൽ കൂടുതൽ സ്റ്റാഫുകളെ ആവശ്യമായിട്ട് വരാം അല്ലെ. അപ്പൊ അങ്ങനെ ഓഡിറ്റ് നമ്മൾ നടത്തുമ്പോൾ അത് വെരിഫൈ ചെയ്യുന്നതിലൂടെ, ചെക്ക് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്റ്റാഫുകളെ എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷൻ അല്ലെ, ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. പിന്നെന്താ? Evaluate the effectiveness and efficiency of health programs and service put into practice. എന്താണ്? അവരുടെ കൊടുക്കുന്ന അവിടെ അല്ലെ ഹോസ്പിറ്റലില് അവർ കൊടുക്കുന്ന സർവീസുകൾ അല്ലെ, ഹോസ്പിറ്റലുകാരെ പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളിലും ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, ഓക്കെ, എത്രമാത്രം എന്താണ് ഫലപ്രാപ്തിയുണ്ട്, ഫലപ്രദമായിട്ടാണ് അവർ എത്രത്തോളം എഫിഷ്യൻസി ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ടും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് യൂസ്ഫുൾ ആണ്.
ഓക്കെ, ഹോസ്പിറ്റലുകളില് അവര് കൊടുക്കുന്ന സർവീസുകൾ അല്ലെ, പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസുകളില് അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസിൽ എത്രമാത്രം എഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ടെന്ന് നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇവാലുവേറ്റ് ദ narrate and measure പ്രസന്റ് പെർഫോമൻസ്. അതുപോലെ തന്നെ ഈ പ്രസന്റ് പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. ഒബിയസ് എന്ന് പറഞ്ഞാല് വ്യക്തമായിട്ടുള്ള വ്യക്തമായ, അപ്പൊ അങ്ങനെ എന്താണ് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അല്ലെ, സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് മാനദണ്ഡങ്ങളാണ്. അത് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. റെക്കമെൻഡ്സ് വാട്ട് റിക്വയേഴ്സ് ടു ബി ചേഞ്ച്ഡ്. ഇനി എന്ത് മാറ്റങ്ങൾ വേണം, എവിടെയെങ്കിലും എന്തൊക്കെ ചേഞ്ചസുകൾ ആണ് വേണ്ടത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. Helps to mobilize resources for changes. ഇനി മാറ്റത്തിനായിട്ട് പല കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ, എന്തൊക്കെ ചേഞ്ചസുകൾ എവിടെയൊക്കെ വേണം, അപ്പൊ അതിനനുസരിച്ചുള്ള ഡാറ്റാസുകൾ, പല മാറ്റങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. Appraise the past and modify the present process. എന്താണ് മുൻപത്തെ പരിചരണ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും പ്രസന്റ് കാര്യങ്ങളിൽ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. മുൻപത്തെ പ്രീവിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും ഇപ്പോ പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണോ എന്നുള്ളതില്, മോഡിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനും എന്ത് സഹായിക്കുന്നുണ്ട്, ക്ലിനിക്കൽ ഓഡിറ്റ് സഹായകമാണ്. ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്. ഓക്കെ, വായിച്ചോട്ടോ. ഓക്കെ, വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് നോക്കാം, പ്രീറിക്വിസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്, അതിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത്, ഇനി എപ്പോഴൊക്കെയാണ് അവർ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ, സെക്രട്ടറി, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, മെമ്പേഴ്സ്. അപ്പോ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയില് എത്ര ആളുകളാണ് ഉള്ളത് നോക്കിയേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓക്കെ, ഓഫീസർ ഇൻചാർജ് ഉണ്ടാവും,
പിന്നെ അതുപോലെ തന്നെ ചെയർമാൻ അല്ലെങ്കിൽ ഓഫീസർ ഇൻചാർജ് ആണ്. ഇനി എന്താ മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അതുപോലെ തന്നെ ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലെ ഡിഫറെന്റ് മെമ്പേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. അത്രയും പേരാണ് കമ്മിറ്റിയിലുള്ളത്. ചെയർമാൻ ഉണ്ടാവും, മെമ്പർ സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. അവരടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. The committee to meet once a month on fixed day. അപ്പൊ എന്താണ് ഈ മന്തില് മാസത്തില് ഒരിക്കൽ മാത്രം അല്ലെ ഒരു ഡേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേയിലാണ് അവര് മീറ്റിംഗ് കൂടുന്നത് അല്ലെ, കമ്മിറ്റി കൂടുന്നത്. അപ്പൊ മാസത്തില് വൺസ് ഒരിക്കൽ മാത്രമാണ് അവര് മീറ്റിംഗ് കൂടുന്നത് അല്ലെങ്കിൽ കമ്മിറ്റി കൂടുന്നത്. മാസത്തിൽ ഒരു ഡേ ഫിക്സ്ഡ് ഡേ ആയിരിക്കും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഡേ അതില് ഒരിക്കൽ മാത്രം, മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ആ കമ്മിറ്റി കൂടുന്നത്. ചെയർമാൻ അതുപോലെ തന്നെ മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെമ്പേഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. ആ കമ്മിറ്റി ഇൻക്ലൂഡഡ് ആണ്. ഇനി എന്താ വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. ഫസ്റ്റ് വൺ പറയുന്നത് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതെന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതി വിവര കണക്കുകള്. ഇനി ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആ റിസോഴ്സിൽ ഉണ്ടാവും അല്ലെ, എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ടാവും. പിന്നെ എന്താണ് ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റിൽ അവൈലബിൾ ആയിരിക്കും. അഡ്മിഷൻ ഡാറ്റ അല്ലെ, എത്ര പേര് വരുന്നുണ്ട്, എത്ര പേഷ്യന്റ് വരുന്നുണ്ട്, അവരുടെ എല്ലാ ഡീറ്റെയിൽസുകൾ ഈ അഡ്മിഷൻ ഡാറ്റയിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോ ഇതിൽ പറയുന്നത് മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ റെക്കോർഡ്, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ, മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഹോസ്പിറ്റൽ സ്റ്റാറ്റസ്, ഓക്കെ, സ്ഥിതി വിവര കണക്കുകള്, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, റിസോഴ്സസ്, എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ടാവും. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും, അഡ്മിഷൻ ഡാറ്റ, എത്ര രോഗികൾ വന്നിട്ടുണ്ട്, ആ രോഗികളുടെ ഡീറ്റെയിൽസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇനി എന്താണ് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. വെരി ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേജസ്. എത്ര സ്റ്റേജസുകളാണുള്ളത് നോക്കിയേ. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, making improvements, sustaining improvements, and the last one re-audit. Okay, ഇനി ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോകുകയാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അപ്പൊ എത്ര സ്റ്റേജ് ഉണ്ട്, എത്ര സ്റ്റേജ് ആണുള്ളത്? 6 സ്റ്റേജ് ആണ് ഈ ക്ലിനിക്കൽ ഓഡിറ്റിനുള്ളത്. കേട്ടോ, 6 സ്റ്റേജ് ഉണ്ട്. അതിൽ 5-ാമത്തേതാണ്, 6-ാമത്തേതാണ്, 1-ാമത്തേതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കുക കേട്ടോ. കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെക്കാം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെക്കൻഡ് സ്റ്റേജ് സെലക്ടിംഗ് ക്രൈറ്റീരിയ, തേർഡ് സ്റ്റേജ് മെഷറിംഗ് പെർഫോമൻസ്, ഫോർത്ത് സ്റ്റേജ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്, and fifth stage sustaining improvements, and last one എന്ന് പറയുന്നത് re-audit ആണ്. ഇനി ഫസ്റ്റ് സ്റ്റേജ് നോക്കി പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അതിലൊരു ഡയഗ്രാം പോലെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഓക്കെ, കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ടിങ് എ ടോപ്പിക്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഓഡിറ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ടോപ്പിക് നമ്മൾ എടുക്കും അല്ലെ. അതിൽ നിന്ന് ഒരു ടോപ്പിക് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള, ചിലപ്പോൾ പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ നോക്കിയിട്ടാവും ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ട് ചെയ്യുന്നത്. അപ്പൊ സെലക്ടിങ് എ ടോപ്പിക്. നെക്സ്റ്റ് വൺ പ്രയോറിറ്റൈസ് ഓഡിറ്റ്. എന്താണ് അതിന് മുൻഗണന? പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മുൻഗണന കൊടുക്കുക അല്ലെ. ഓക്കെ, അപ്പൊ മുൻഗണന കൊടുക്കുക. പിന്നെ എന്താണ് ഡിഫൈനിങ് ദ പർപ്പസസ്. എന്തിനാണോ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ പർപ്പസ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ എഴുതുക. ഓക്കെ, സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ്,
ഡിഫൈനിങ് ദ പർപ്പസ്. നെക്സ്റ്റ് വൺ എന്താണ്? പ്ലാനിങ് ഓഡിറ്റ്. എന്താണ്? പ്ലാൻ ചെയ്യുക അല്ലെ. ഓഡിറ്റ് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം. യൂസേഴ്സ് ഇൻഫോർമേഷൻ. എന്താണ്? ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. അപ്പൊ അത് നമ്മൾ പറഞ്ഞത് ടോപ്പിക് സെലക്ട് ചെയ്തു, പ്രയോറിറ്റി കൊടുത്തു, അതിനെ ഡിഫൈൻ ചെയ്തു, പ്ലാൻ ചെയ്തു, ഇൻഫർമേഷൻസുകള് യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ശേഖരിച്ചു. അതാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്നത്. ക്ലിയർ ആണോ? ഇത്ര വരെ ഒന്ന് വായിച്ചു നോക്കിയേ. ഇത്ര വരെ എടുത്തത് വരെ ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് സ്റ്റേജ് ആണ് എന്ത്? സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ഇതാണ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അല്ലെ. അതിൽ ഫസ്റ്റ് വൺ ആണ് എന്ത്? ഡിഫൈനിങ് ക്രൈറ്റീരിയ. എന്താണ് മാനദണ്ഡം? ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് മാനദണ്ഡം. അപ്പൊ മാനദണ്ഡം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. നമ്മൾ പറഞ്ഞു, നമ്മൾ ഓഡിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും ഒരു വിഷയത്തെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ചിലപ്പോ എന്താണ്? പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അങ്ങനെ ഉള്ള പല വിഷയങ്ങളെയും എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള അതിന്റെ ഒരു ക്രൈറ്റീരിയ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഏതെങ്കിലും ഒരു വിഷയത്തെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ, മാനദണ്ഡം എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. പിന്നെന്താണ്? സോഴ്സസ് ഓഫ് എവിഡൻസ്. എന്താണ്? എവിഡൻസ് ശേഖരണം അല്ലെ. എവിഡൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ ശേഖരിക്കാനായിട്ട് പറ്റും? ഓഡിറ്റ് നടത്തുമ്പോ ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എവിഡൻസുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഷ്യന്റ് റെക്കോർഡ്സുകൾ. വെരി ഗുഡ്. എന്താണ്? പേഷ്യന്റ് രജിസ്റ്ററും മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും അല്ലെ. ഓക്കെ, വെരി ഗുഡ്.
അപ്പൊ എന്താണ് എവിഡൻസ് നമ്മൾ ശേഖരിക്കണം. ആ എവിഡൻസ് കളക്ട് ചെയ്യേണ്ടത് എവിടെ നിന്നൊക്കെയാണ്? പേഷ്യന്റ് റെക്കോർഡ്സിൽ നിന്ന്, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്ന്. ഇതൊക്കെ നമുക്ക് എന്താണ് എവിഡൻസുകൾ നമുക്ക് ശേഖരിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എവിഡൻസ് ശേഖരിച്ചു. പിന്നെ എന്താണ് അപ്രൈസിങ് ദ എവിഡൻസ്. അപ്രൈസിങ് ദ എവിഡൻസ് എന്താണ്? നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ആ എവിഡൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അപ്രൈസിങ് ദ എവിഡൻസ്. ഓക്കെ, അപ്പൊ കയ്യിൽ കിട്ടിയ എവിഡൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. 3 കാര്യങ്ങളാണ് സെർച്ചിങ് ഓഫ് എ ക്രൈറ്റീരിയയിൽ നമ്മൾ പറഞ്ഞത്. ആദ്യം നമ്മൾ ക്രൈറ്റീരിയ ഡിഫൈൻ ചെയ്തു. എന്താണ് മാനദണ്ഡം എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാം. അത് നമ്മൾ പറഞ്ഞിരുന്നു. ഓഡിറ്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിവിധ വിഷയങ്ങളെ മുൻനിർത്തിയാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ പേഷ്യന്റ് കെയർ ആവാം, അല്ലെങ്കിൽ എന്താണ് ഈ ഡോക്ടേഴ്സ് രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാവാം ഓഡിറ്റ് നടത്തുന്നത്. അപ്പൊ എന്താണെന്നുള്ളത്, അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്, സെലക്ട് ചെയ്ത ആ ടോപ്പിക്കിന്റെ ആ ക്രൈറ്റീരിയ മാനദണ്ഡം എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇനി സോഴ്സസ് ഓഫ് എവിഡൻസ് ഇനി ഡിഫൈൻ ചെയ്തതിനു ശേഷം എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം അല്ലെ. പേഷ്യന്റ് രജിസ്റ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നോ എവിഡൻസുകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഇനി എന്താണ് അപ്രൈസിങ് ദ എവിഡൻസ്. കളക്ട് ചെയ്ത എവിഡൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യാം. അത്രയും കാര്യങ്ങളാണ് എന്താണ് സെലക്ഷൻ ഓഫ് എ ക്രൈറ്റീരിയയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് തേർഡ് സ്റ്റേജ് ആണ് ഇത് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറയാനുള്ളൂ കേട്ടോ, അധികം നോക്കാനില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? പ്ലാനിങ് ദ ഡാറ്റ കളക്ഷൻ. ഡാറ്റകൾ കളക്ട് ചെയ്യാനായിട്ടുള്ള പ്ലാനിങ് എടുത്തു. പിന്നെ മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സിലൂടെ കളക്ട് ചെയ്യാം എന്നുള്ളത് നോക്കി. ഹാൻഡ്ലിംഗ് ഡാറ്റ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ വരുന്നത് പ്ലാനിങ് ദ ഡാറ്റ കളക്ഷൻ, മെത്തേഡ് ഓഫ് കളക്ഷൻ, ഹാൻഡ്ലിംഗ് ഡാറ്റ. ഓക്കെ, ക്ലിയർ ആണോ? 2 കാര്യങ്ങൾ സ്റ്റേജ് 2 സ്റ്റേജ് 3. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഫോർത്ത് സ്റ്റേജ് ആണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. ഐഡന്റിഫൈ barriers ആൻഡ് ചേഞ്ച് ബൈ റിമൂവ് barriers. 2 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഐഡന്റിഫൈ barriers. നമ്മൾ ആദ്യം barriers തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതെന്താണ്? ഫിയർ ആൻഡ് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ ഓഫ് മൊറേൽ, പുവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ, പേടി, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ല, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്താണ് മനസ്സിലാക്കാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ലോ മൊറേൽ എന്ന് പറഞ്ഞാല് ആത്മവീര്യം എന്ന് ഉദ്ദേശിക്കുന്നത് ചില കാര്യങ്ങളിലൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തൊരു മോട്ടിവേഷന്റെ കുറവൊക്കെ കാരണം നമുക്കൊരു നെഗറ്റിവിറ്റി ഉണ്ടാവാം. അതൊക്കെയാണ് നമ്മൾ barriers ആയിട്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ചെയ്യണം? നമ്മൾ ആ barriersകൾ തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ചേഞ്ച് ബൈ റിമൂവ് barriers, ഇനി അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെ മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, barriersനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് 4 പറയുന്നത്. ആദ്യം barriersനെ ഐഡന്റിഫൈ ചെയ്തു, അത് barriers മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് തിരിച്ചറിഞ്ഞു അത് റിമൂവ് ചെയ്ത് കളയാം. ഇനി എന്താണ് സ്റ്റേജ് 5 പറയുന്നത്? സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ് അല്ലെ, നിലനിർത്താൻ വേണ്ടിയിട്ട് ഇംപ്രൂവ്മെന്റ്സുകൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. എന്താണ്? ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള അല്ലെ, റീഇൻഫോഴ്സ്മെന്റ് ഇംപ്രൂവ്മെന്റ്, റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ എന്താണ്? മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. അതിനെ ഒബ്സർവ് ചെയ്യുക, അതിനെ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തുക. അതിനുശേഷം റീ ഓഡിറ്റ്. നമ്മൾ വീണ്ടും റീ ഓഡിറ്റ് ചെയ്യും. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു എക്സാം എഴുതി കഴിഞ്ഞപ്പോ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഫെയിൽ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിഷമിച്ചിരിക്കോ, അല്ലെങ്കിൽ അത് വീണ്ടും എഴുതാനായിട്ട് ശ്രമിക്കോ? എന്താ ചെയ്യാം? ഇനി നമ്മൾ പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിഷമിച്ചിരിക്കോ? എന്ത് ചെയ്യും? നമ്മള് എന്ത് ചെയ്യില്ലേ?
എന്താ ചെയ്യാ? വീണ്ടും നമ്മൾ ശ്രമിക്കും അല്ലെ, എഴുതാം, അല്ലെങ്കിൽ എവിടെയാണ് പോയത്, എന്റെ കുറവുകൾ എവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കി ആ ഏരിയാസുകൾ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിച്ച് നമ്മൾ റീവാലുവേറ്റ് അല്ലെ, റീ ഓഡിറ്റ് നമ്മൾ നടത്താറുണ്ട്. ഓക്കെ, റീ ഓഡിറ്റ് അല്ലെങ്കിൽ റീ ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാമിൽ ഫെയിൽ ആയി കഴിഞ്ഞാലും അത് തോറ്റുപോയി കഴിഞ്ഞാൽ വിഷമിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം? റീടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും നമുക്ക് നല്ല വിജയത്തോടു കൂടി മുന്നേറാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോ റീ ഓഡിറ്റ് നടത്തുക. ഓക്കെ, അപ്പോ സസ്റ്റെയിൻ ഇംപ്രൂവ്മെന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ് പറയുന്നത്. റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്, ടാർഗറ്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ അത് ഒബ്സർവ് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം, വീണ്ടും റീ ഓഡിറ്റ് നടത്തുക. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്. റിവ്യൂ എവിഡൻസ്, മെഷർ ഇഫക്റ്റീവ്നെസ്, ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്, ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിംഗ്. റിവ്യൂ എവിഡൻസ്, ഫസ്റ്റ് വണ്ണാണ് റിവ്യൂ എവിഡൻസ്. റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യാം. അതാണ് റിവ്യൂ എവിഡൻസ് എന്ന് പറഞ്ഞാല്. റീ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യണം. ഇനി മെഷർ ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനെ എത്രമാത്രം നമ്മൾ എടുത്തിട്ടുള്ള എവിഡൻസിന് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്ന് നോക്കാം. നമ്മൾ എത്രമാത്രം റിസൾട്ടുകൾ ആ എവിഡൻസ് കളക്ട് ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കി. ഇനി എന്താ? ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. എന്താ പറയുന്നത്? നമ്മൾ സോഴ്സ് വെച്ചിട്ട് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തു, അത് എത്രമാത്രം റിസൾട്ട് കിട്ടുന്നുള്ളത് നോക്കി, എന്നിട്ട് നമുക്ക് എന്താണ് റീ ഓഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള തെറ്റുകളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീ ഓഡിറ്റ് ചെയ്യണം. അത് എത്രമാത്രം റീ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് പരിശോധിക്കണം. ഇനി നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീ ഓഡിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അത് എത്രമാത്രം നമ്മൾ ചെയ്യേണ്ടതുണ്ട്, റീ ഓഡിറ്റ് എത്രമാത്രം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം. പിന്നെന്താ? ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. എന്തെങ്കിലും റീ ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും തെറ്റുകൾ വരുന്നുണ്ടോ. അപ്പൊ അങ്ങനെ തെറ്റുകൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും റീ ഓഡിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വീണ്ടും റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് എന്ന് പറയുന്നത്. 6 കാര്യങ്ങളാണ്. മനസ്സിലാക്കാം കേട്ടോ. Actually, no. Okay. Next ആണ് types of clinical audit.
നമ്മൾ വേറെ ടൈപ്സ് നമ്മൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇല്ല, ആരും ഓർക്കുന്നില്ല. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ പറഞ്ഞല്ലോ. കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും. ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഇനി അതിൽ വരുന്നത് ചിലപ്പോ ഓപ്ഷൻ തരാം, ഏതൊക്കെയാണ് ടൈപ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ അതും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓർത്ത് വെച്ചാൽ മതി. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് വൺ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. എന്താണ്? സ്ഥിതി വിവര കണക്കുകൾ അല്ലെ, ഓഡിറ്റ് നടത്തുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി വിവര കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ എന്താണ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതി വിവര കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ സ്ഥിതി വിവര കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്. ഇനി എന്താ എക്സ്റേ വ്യൂ. എക്സ്റേ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റേ എടുക്കുന്ന സ്ഥലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഡിസീസ് ഓഡിറ്റ്. ഡിസീസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രോഗങ്ങളായിട്ടാണ് പേഷ്യന്റ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഡിസീസസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റിനെയാണ് നമ്മള് ഡിസീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ രോഗങ്ങളായിട്ട് പേഷ്യന്റ് വരുന്നുണ്ട്, ഏതൊക്കെ രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിന്റെ എല്ലാം ഡീറ്റെയിൽസുകൾ നമുക്ക് ആ ഓഡിറ്റിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്താണ് ഒബ്സ്റ്ററ്റിക്സ് കേസസ്. ഓക്കെ, എന്താണ് ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രസവാനന്തരവുമായിട്ട് ഗൈനക്കോളജിയുമായിട്ട് അല്ലെ ഒബ്സ്റ്ററ്റിക് കേസസ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈനക്കോളജി അല്ലെങ്കിൽ പ്രസവാനന്തരപരമായിട്ടുള്ള കേട്ടോ. ഓക്കെ, ഗൈനക്കോളജി വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് ഒബ്സ്റ്ററ്റിക് കേസസ് എന്ന് പറയുന്നത്. ഇനി ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്? ഇൻഫെക്ഷൻ ഏതൊക്കെ കാര്യങ്ങളായാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യുന്നുണ്ട് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് എന്തിലുണ്ടാകുന്നത്? ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ. ഇനി എന്താണ് നഴ്സിംഗ് ഓഡിറ്റ്. നഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ്. ഡെത്ത് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ മരിച്ച രോഗികള് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെയാണ്, ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ രോഗികള് മരിച്ചിട്ടുള്ളത്, അതിന്റെ ഒരു ഫൈനൽ ഇവാലുവേഷൻ ആണ് ഡെത്ത് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, ക്ലിയർ ആയോ? ഇത്തരം കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റേ വ്യൂ ഉണ്ട്, ഡിസീസ് ഓഡിറ്റ് ഉണ്ട്, ഒബ്സ്റ്ററ്റിക് കേസസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഉണ്ട്, നഴ്സിംഗ് ഓഡിറ്റ് ഉണ്ട്, ഡെത്ത് ഓഡിറ്റ് ഉണ്ട്. ഇതിൽ കൂടി ഒന്ന് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ നമ്മൾ പഠിക്കുമ്പോൾ അതും കൂടി ഒന്ന് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ആണ് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. നമുക്കറിയാം ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുന്ന റോള് അല്ലെങ്കിൽ മസ്റ്റ് ബി എൻഷുർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്, ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് എ ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ്? വർക്കേഴ്സിന് അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നല്ലൊരു ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. ടു പ്രൊവൈഡ് ഫെസിലിറ്റീസ് റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. എന്താണ്? എല്ലാത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, മെറ്റീരിയൽസിന്റെ സപ്ലൈ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം. പിന്നെ എന്താണ്? ടു മോട്ടിവേറ്റ് ടു എനേബിൾ ദ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് ടു വർക്ക് enthusiastically. എന്താണ് enthusiasm എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം enthusiasm? എന്താണ്? ഉത്സാഹം അല്ലെ. ഇപ്പൊ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് എന്താണ് ഒരു മോട്ടിവേഷൻ നൽകി കഴിഞ്ഞാൽ അല്ലെ, അവർക്ക് എന്താണ് നല്ല വർക്ക് കാര്യങ്ങൾ, ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് നല്ല രീതിയിൽ
നടക്കുക, ഒരു കോൺഫിഡൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വർക്കും കാര്യങ്ങളും ചെയ്യുന്നതിൽ അവർ ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അവർ സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ വർക്കും കാര്യങ്ങളും അവിടെ ചെയ്യാനായിട്ട് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഉത്സാഹത്തോടെ നമ്മളായാലും നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ചെയ്യുന്ന വർക്കിൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് അല്ലെ. ഉത്സാഹത്തോടെ എന്ത് കാര്യങ്ങളും പറഞ്ഞ ടൈമിനുള്ളിൽ തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വർക്ക് നല്ല ഉത്സാഹത്തോടെ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നെന്താ, ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് ഗ്രീവൻസസ് ബൈ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റി. പേഷ്യൻസിന് എന്തെങ്കിലും കംപ്ലൈന്റ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രീവൻസസ് റിഡ്രസൽ കമ്മിറ്റിയിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്ത് അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെന്താ, ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ഓർ പ്രസ് നോട്ട്സ്. ഇപ്പോ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യാജ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ സത്യാവസ്ഥ അറിയിക്കാനായിട്ട് നമ്മളിപ്പോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, എന്തെങ്കിലും വ്യാജ വാർത്തയൊക്കെ കണ്ടപ്പോ പ്രസ് മീറ്റ്സ് ഒക്കെ വെക്കുന്നത് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യാജ വാർത്തകളൊക്കെ വന്നു കഴിയുകയാണെങ്കിൽ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള പ്രസ് മീറ്റ്സുകൾ വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, അവരുടെ സത്യാവസ്ഥ മീഡിയയോട് തുറന്നു പറയാനല്ലേ, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള പ്രസ് മീറ്റ്സുകൾ വെക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാം. പിന്നെന്താ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ടു റിവീൽ ദ ഗ്രേ ഏരിയാസ്. ഗ്രേ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാര നിറത്തിലുള്ള പ്രദേശങ്ങൾ എന്നാണ് മീനിങ് വരുന്നത്. ചാര നിറത്തിലുള്ള പ്രദേശങ്ങൾ. അപ്പോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, പേഷ്യന്റിന് സംതൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ അൺഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൊണ്ട് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. ഓക്കെ, അവർക്ക് ഫേവർ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണം ശ്രദ്ധ കൊടുക്കാനായിട്ട്. ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ച് ആസ് സജസ്റ്റഡ്. ഇവിടെ പറയുന്നത് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സിറ്റ് ഇന്റർവ്യൂ ഗസ് ചെയ്യാൻ പറ്റും എന്താണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം എക്സിറ്റ് ഇന്റർവ്യൂ? ആർക്കെങ്കിലും എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോ ഇല്ല. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ റിസൈൻ ചെയ്ത് പോകാൻ പോകുന്ന സ്റ്റാഫുകളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താറുണ്ട് ഇല്ലേ? ഇപ്പോ ചില സ്റ്റാഫുകള് ചില കമ്പനീസിലൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ അവര് തന്നെ റിസൈൻ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട് ഇല്ലേ? ചിലപ്പോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാവാം റിസൈൻ ചെയ്ത് പോകുന്നത്? എന്തൊക്കെയായിരിക്കാം പറയാൻ പറ്റോ? മനഃപൂർവ്വം അല്ലെങ്കിൽ അവര് തീരുമാനമെടുത്ത് റിസൈൻ, സാലറി ഒരു കാരണമാവാം അല്ലെ, ഒരു എന്താണ് ഒരു റീസൺ ആവാം സാലറി കുറവ്. പിന്നെ എന്താ, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? വർക്കിംഗ് ടൈം അല്ലെ, ദൂരം കൂടുതൽ. ഓക്കെ, ഓവർ ടൈം, സോറി ഓവർ വർക്ക് അല്ലെ, ഓവർ ആയിട്ട് വർക്ക്. പിന്നെ മിസ്ബിഹേവ് അല്ലെ, പെരുമാറ്റങ്ങൾ. ഓക്കെ, നോ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്യുന്നത്, എക്സിറ്റ് ആയി പോകുന്നത് അല്ലെ.
അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നത്, നിങ്ങൾ പറഞ്ഞതൊക്കെയുള്ള കാരണങ്ങളാണ്. ചിലപ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള സാലറി കിട്ടുന്നുണ്ടാവില്ല, നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് നല്ല രീതിയിൽ നമ്മളോട് പെരുമാറില്ല, അതിനൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. മാനേജേഴ്സ് ആയാലും അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്നത്, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവിടെ നിന്ന് എപ്പോ വേണമെങ്കിലും പോയാൽ മതി എന്നുള്ളൊരു ഫീലിംഗ് വരും അല്ലെ. അതുപോലെ തന്നെ ഓവർ ടൈം, ടാർജറ്റ് ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും നമ്മൾ അവിടെ നിൽക്കും അല്ലെ. പക്ഷെ സാലറി ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് ഇങ്ങനെ റിസൈൻ ചെയ്തു പോകാൻ നിൽക്കുന്ന സ്റ്റാഫുകളുമായിട്ടൊരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. അപ്പൊ എന്താണ് റീസൺസ് എന്നുള്ളതൊക്കെ അവര് പറയും. ചിലപ്പോൾ സാലറി ആയിരിക്കാം, നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ആയിരിക്കാം, ചിലപ്പോൾ പ്രമോഷൻ കാരണമായിരിക്കാം, പ്രമോഷൻ കൊടുക്കാതെ ആയിരിക്കാം, ട്രാൻസ്ഫറിന്റെ ആയിരിക്കാം, അങ്ങനെ പല പല കാരണങ്ങൾ അല്ലെ, ബോണസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവര് അറിയിക്കുന്നുണ്ട് അവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ധാരണയിലെത്തും. സാലറി വേണമെങ്കിൽ കൂട്ടിത്തരാം അല്ലെ, ഇത്ര രൂപ ബോണസ് തരാം, അങ്ങനെയുള്ള പ്രമോഷൻ തരാം, ട്രാൻസ്ഫർ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഓർഗനൈസേഷനിൽ തന്നെ നിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അവര് ആ സ്റ്റാഫിനെ അവിടെ നിലനിർത്താനായിട്ട് അവിടെ നിലനിർത്താനായിട്ട് ശ്രമിക്കുന്നു. ഒരു ധാരണയിൽ എത്തുന്നതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. റിസൈൻ ചെയ്തു പോകാൻ നിൽക്കുന്ന സ്റ്റാഫുമായിട്ട് ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് അവിടെ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇനി എന്താ, ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോളിസീസും ഒബ്ജക്റ്റീവ്സ്, ഗൈഡ് ലൈൻസ്, പ്രൊസീജിയേഴ്സ്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ്, രൂപപ്പെടുത്തുന്നത് ആരായിരിക്കും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. ഇത്തരം കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷന്റെ എന്താണ് റോൾ എന്ന് പറയുന്നത്. വായിച്ചു നോക്കിയേ ഇത്രയും വരെ. റോള്, ടൈപ്പ് എന്നുള്ളത് വായിച്ചു നോക്കാം കേട്ടോ. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞവര് അഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചോ? എന്താണ് ഫസ്റ്റ് വൺ? അഡ്വാൻറ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റില് ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി അല്ലെ. ആൻഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ഓഡിറ്റ് നടത്തുമ്പോൾ നമ്മൾ അവിടെ പേഷ്യൻസിനെയും സ്റ്റാഫിനെയും ഒക്കെ ധാരാളം കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് അല്ലെ, നമുക്ക് സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ്, അവർ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ, കുറെ കാര്യങ്ങൾ നമ്മൾ അവരോട് കുറിച്ച് മനസ്സിലാക്കാറുണ്ട് ഇല്ലേ. അതൊക്കെ എന്താണ് കുറെ കാര്യങ്ങൾ അപ്പൊ അവരിൽ നിന്ന് അല്ലെ, സ്റ്റാഫിൽ നിന്നായാലും പേഷ്യൻസിൽ നിന്നായാലും നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറെ കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതൊക്കെ എന്താണ്, ഒരു എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആയിട്ടാണ് അതിൽ പറയുന്നത്. മനസ്സിലായോ? എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ സ്റ്റാഫിൽ നിന്നായാലും പേഷ്യൻസിൽ നിന്നായാലും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് അവിടെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത്. ഇനി എന്താ, പ്രമോട്ട് അണ്ടർസ്റ്റാൻഡിങ്. എന്താണ്, ഫിനാൻഷ്യൽ ഫങ്ഷൻസ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഫങ്ഷൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ്, റിസോഴ്സസ് ഇഫക്റ്റീവ്നെസ്. റിസോഴ്സ് ഇഫക്റ്റീവ് എന്താണ്, വിഭവങ്ങളെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു അല്ലെ. നമുക്ക് ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് സ്റ്റാഫിനെ ആയാലും അതൊക്കെ വിഭവങ്ങളാണ്. സ്റ്റാഫ്, റെക്കോർഡ്സുകൾ, പേഷ്യന്റ് രജിസ്റ്റർ, മെഡിക്കൽ റെക്കോർഡ്സുകൾ, പേഷ്യൻസ്, ഇതൊക്കെ എന്താണ്, വിഭവങ്ങളാണ് അല്ലെ. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഓഡിറ്റ് വഴി നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, റേസ് സ്റ്റാൻഡേർഡ്സ്. എന്താണ്, സ്റ്റാൻഡേർഡ് ഉയരുന്നുണ്ട് അല്ലെ. നമുക്ക് ഓഡിറ്റ് നടത്തുന്നത് വഴി ഇത്ര സ്റ്റാൻഡേർഡ്സ് എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടുണ്ടാവും. ആ സ്റ്റാൻഡേർഡ്സിൽ ഹോസ്പിറ്റൽസുകൾ എത്തുന്നുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എവിടേക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ട്, എവിടേക്ക് നമുക്ക് പോരായ്മകളുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ പോരായ്മകൾ നമ്മൾ തീർത്തുകൊണ്ട് നല്ല രീതിയിൽ സമൂഹത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലായിട്ട് ഉയർന്നു വരാനായിട്ട് ഈ ഓഡിറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെന്താ, പ്രമോട്ട് ചേഞ്ചസ്. നമ്മൾ പറഞ്ഞില്ലേ, ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിലെ മാറ്റങ്ങൾ വരുത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ. ഇൻഫർമേഷൻസ് അത്യാവശ്യമാണ് അല്ലെ. നമ്മൾ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ധാരാളം കാര്യങ്ങൾ നമുക്ക് അതിലൂടെ പഠിക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് പിയർ ലെഡ് ആൻഡ് പിയർ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ്, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക അല്ലെ. ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും കൂടി ചേർന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്റ്റാഫുകളായിക്കോട്ടെ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു കോർഡിനേഷനിലൂടെയാണ് നമുക്ക് ഓഡിറ്റ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് മനസ്സിലാക്കുക. പിന്നെ എന്താണ്, ഇൻവോൾവ്സ് പേഷ്യന്റ്. എന്താണ്, ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആരാണ്, പേഷ്യൻസ് ആണ് അല്ലെ. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആണ്. അവരുടെ വിവരങ്ങൾ, അവരുടെ പേഷ്യന്റ് രജിസ്റ്റർ, മെഡിക്കൽ റെക്കോർഡ്സ് ഇതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുവഴി അപ്പൊ എന്താണ്, പേഷ്യന്റ് എന്ന് പറയുന്നത് അവരില്ലാതെ ഒന്നും നമുക്ക് നടത്താൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണെന്ന് കൂടി പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കാം, പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മളിന്ന് എടുത്തത് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ജസ്റ്റ് ഒന്ന് പർപ്പസ് ഒന്ന് വായിച്ചു വെക്കാം കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. ഓഡിറ്റ് കമ്മിറ്റി ആരൊക്കെയുണ്ട്, എപ്പോഴാണ് അത് കൂടുന്നത്, ഓക്കെ, കമ്മിറ്റി കണ്ടക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മീറ്റിംഗ് കൂടുന്നത് എപ്പോഴാണ് എന്നുള്ളത്. ഒരു മാസത്തില് വൺസ് ദിവസം കേട്ടോ, ഒരു ദിവസം മാസത്തില് ഒരിക്കലാണ് അത് കൂടുന്നത്. അതൊരു ഫിക്സഡ് ഡേ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ സ്റ്റേജസ്, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് എത്ര എണ്ണമുണ്ട്, ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഓർഡറിൽ പഠിച്ചു വെക്കുക. ഡയഗ്രാം നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജസ് ഞാൻ പറഞ്ഞില്ലേ, ഓർഡറിൽ പഠിച്ചു വെക്കണം ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ടൈപ്സ് നോക്കാം, ഏതൊക്കെയാണ്. നമ്മൾ കൺകറന്റ് ഓഡിറ്റ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക.
പിന്നെ നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജ്. ഇത്ര വരെയാണ് നമ്മൾ ഇന്ന് എടുത്തത്. ഓക്കെ, ഇത്ര വരെയും ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇല്ല എന്നാണോ? ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.